ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി അമ്മയുടെ മനസ്സ് മാറിയുന്ന സ്റ്റോറീൻ്റെ തേർഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാട്ടോ. ഈ വീഡിയോൻ്റെ തൊട്ടടിയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ തേർഡ് പാർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അടിയിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതായത് കമൻറ്റ് ബോക്സിൽ. അതൊന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ. അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഉറങ്ങിപ്പോയതേ അറിഞ്ഞില്ല. എപ്പോഴോ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ഫോണെടുത്ത് സമയം നോക്കി. അയ്യോ, മണി 11 കഴിഞ്ഞു. എന്തായാലും എന്തുറക്കമാണ് ഞാൻ ഉറങ്ങിയത്. നേരെ കട്ടിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്ന് പല്ലും തേച്ച് ഒരു കുളിയും പാസാക്കി നേരെ ഹാളിലേക്ക് ചെന്നു. ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെയും അമ്മയില്ല. ഞാൻ ഓർത്തു, അമ്മ ഇതെവിടെ പോയി? ഷെടാ, പുറത്തുണ്ടാവുമെന്ന് കരുതി അവിടെയെല്ലാം നോക്കി. അമ്മയെ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ജോസ് എവിടെ? ജോസിനെയും ഇവിടെ കാണാനില്ല. ഞാൻ മുൻപിൽ പോയി നോക്കി. അമ്മയുടെയും ജോസിൻ്റെയും ചെരുപ്പ് വീട്ടിൽ കാണാനില്ല. എനിക്ക് മനസ്സിലായി, എന്തോ ഇന്ന് ഇവിടെ ഞാൻ അറിയാതെ സംഭവിച്ചിട്ടുണ്ടെന്ന്. എനിക്കെന്തോ ടെൻഷനായി. അമ്മയും ജോസും കൂടി എവിടേക്കാണ് പോയതെന്ന് അറിയാൻ എനിക്ക് തിടുക്കമായി. ഞാൻ ഓടി റൂമിലേക്ക് പോയി മൊബൈലെടുത്ത് അമ്മയ്ക്ക് ഫോണാക്കി. റിങ്ങുണ്ട്, പക്ഷേ കോൾ എടുക്കുന്നില്ല. 4 പ്രാവശ്യം ഞാൻ വിളിച്ചു, പക്ഷേ അമ്മ ഫോൺ എടുക്കുന്നില്ല. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. കുറച്ച് ദിവസങ്ങൾ മുമ്പ് ജോസ് എനിക്ക് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ജോസിനെ വിളിച്ചു. ആദ്യം ഫോൺ എടുത്തില്ല. 2ാമത്തെ പ്രാവശ്യം അയാൾ ഫോൺ എടുത്തു. ഹലോ, ആരാ? ജോസ് ചോദിച്ചു. ഹലോ അങ്കിൾ, ഇത് ഞാനാ, ജിത്തു. ആ പറഞ്ഞോ മോനെ, നിൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല, അതാ മനസ്സിലാകാനേ. ആ അങ്കിൾ, ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ വീട്ടിലാരെയും കാണുന്നില്ല, അതാ വിളിച്ചേ. ഓ അതോ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ ബിസിനസ് ക്ലയൻ്റാണ്. ഞാൻ അവനെ ഒന്ന് കാണാൻ വന്നതാ. വരാൻ കുറച്ച് ലേറ്റാകും. അത് അമ്മ ഇവിടെ ഒന്നും കാണാനില്ല. എവിടെ പോയെന്ന് അറിയുമോ? ഞാൻ ചോദിച്ചു. ആ, അവളെൻ്റെ കൂടെ ഉണ്ടടാ, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ജോസിൻ്റെ ആ മറുപടി എന്നെ അതിശയിപ്പിച്ചു. നിങ്ങൾ പുറത്തു പോകുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, ഞാൻ ചോദിച്ചു. അത് രാവിലെയാണ് തീരുമാനിച്ചത്. അവൾ നിന്നോട് പറയാൻ വന്നതാ. ഞാനാ പറഞ്ഞത് വേണ്ട എന്ന്, ജോസ് പറഞ്ഞു. അതെന്താ? ഓ വെറുതെ. ഞാൻ അമ്മയെ കുറേ തവണ കോൾ ചെയ്തു, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അമ്മയ്ക്ക് ഒന്ന് ഫോൺ കൊടുക്കാമോ? ഞാൻ ചോദിച്ചു. എടാ, അവളിപ്പോൾ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. അവൾ വരുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കാൻ പറയാം. അതെന്താ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ? ഞാൻ ചോദിച്ചു. ഒന്നുമില്ലടാ, അവളെൻ്റെ ബിസിനസ് ക്ലയൻ്റായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അതാ, സംസാരം കഴിഞ്ഞാൽ ഞാൻ അവളോട് പറയാം നിന്നെ തിരിച്ചു വിളിക്കാൻ, പോരെ? ജോസ് ചോദിച്ചു. മതി. അത് കേട്ട് ജോസ് ഫോൺ കട്ടാക്കി. ഞാൻ ആലോചിച്ചു, അമ്മ എന്തിന് ജോസിൻ്റെ ബിസിനസ് ക്ലയൻറ്റുമായി സംസാരിക്കണം? എനിക്കെന്തോ സംശയങ്ങൾ മനസ്സിൽ തോന്നാൻ തുടങ്ങി. എന്നാലും അമ്മ ജോസിനോടൊപ്പം ഒറ്റയ്ക്ക് പുറത്തു പോകാൻ കാണിച്ച ധൈര്യം എനിക്കെന്തായാലും ഒരു കാര്യം ഉറപ്പായി. അമ്മ മൊത്തത്തിൽ ജോസിന് മാത്രമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ജോസ് എന്തൊക്കെ പറഞ്ഞാലും അമ്മ അതെല്ലാം അനുസരിക്കും, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞാൻ നേരെ പോയി TV ഓണാക്കി അതിൻ്റെ മുന്നിലിരുന്നു. പിന്നെ ഫോണിൽ റീൽസൊക്കെ കണ്ടു ആ ദിവസം തള്ളി നീക്കി. സമയം ഒരു 7 മണിയായി. വീട്ടിലേക്ക് ഒരു കാറ് വന്നു. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. കാറിൻ്റെ മുന്നിൽ നിന്നും ജോസ് ഇറങ്ങി. പുറകിലത്തെ ഡോർ തുറന്ന് അമ്മയും. ജോസ് ഡ്രൈവറോട് കൈ ഉയർത്തി തിരിച്ചു പോകാൻ പറഞ്ഞു. അമ്മ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഡാ, നീ ആഹാരമൊക്കെ കഴിച്ചോ? അമ്മ ചോദിച്ചു. ആ കഴിച്ചു അമ്മേ. നിങ്ങൾ എവിടെ പോയതാ? ഞാൻ അമ്മയോട് ചോദിച്ചു. അത് ഈ അങ്കിളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും വന്നു, അവരെ കാണാൻ പോയതാ, അമ്മ പറഞ്ഞു.
അതിന് അമ്മ എന്തിനാ പോയേ? പെട്ടെന്നെൻ്റെ ചോദ്യം കേട്ട് അമ്മ ജോസിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആവശ്യമുണ്ടായിരുന്നു. നിനക്ക് എന്തൊക്കെ അറിയണ്ടേ? രേണുക്ക്, നീ അകത്ത് പോയി ഫ്രഷ് ആക്. രാവിലെ ഇറങ്ങിയതല്ലേ, നിനക്ക് ക്ഷീണമുണ്ടാകും, ജോസ് അമ്മയോട് പറഞ്ഞു. ആ ശരി അച്ചായ. അതും പറഞ്ഞ് അമ്മ വീട്ടിലേക്ക് കയറി. അമ്മയുടെ കണ്ണൊക്കെ കലങ്ങി കിടക്കായിരുന്നു. കൺവശയൊക്കെ പടർന്നിട്ടുണ്ട്. അമ്മയ്ക്ക് നടക്കാനും ചെറിയ ബുദ്ധിമുട്ട് കാണിക്കുന്നു. അമ്മ അകത്തേക്ക് പോകുന്നത് നോക്കി ഞാൻ പുറത്തു നിന്നു. പെട്ടെന്ന് ജോസ് എൻ്റെ അടുത്തേക്ക് വന്നു. ഡാ, നിനക്ക് എന്തൊക്കെ അറിയണം? എന്നോട് ചോദിക്ക്. കുറച്ച് ദേഷ്യത്തോടെയാണ് അയാൾ അതെന്നോട് പറഞ്ഞത്. അതല്ല അങ്കിൾ, ഞാൻ അമ്മയോട് വെറുതെ ചോദിച്ചതാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ, ഇനി ഇവിടെ എന്തൊക്കെ നടന്നാലും അതൊന്നും കണ്ടില്ലെന്ന് വെക്കണം. അതാണ് നിന്റെ ജോലി. മനസ്സിലായോടാ? ജോസ് പറഞ്ഞു. മനസ്സിലായി, ഞാൻ പറഞ്ഞു. എങ്കിൽ ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആകട്ടെ, നല്ല ക്ഷീണം. അതും പറഞ്ഞ് ജോസ് വീട്ടിലേക്ക് കയറിപ്പോയി. ഞാൻ പുറത്ത് നിന്ന് എന്തൊക്കെയോ ആലോചിച്ചു. ജോസിന് എന്തൊക്കെയോ പ്ലാനുണ്ട്. അയാളുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയാണോ? അയാളെൻ്റെ അമ്മയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാനാണ് എൻ്റെ വിധി. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു ചെറിയ സന്തോഷമുണ്ട്. അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ അകത്തേക്ക് പോയി. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് ഹാളിൽ വന്നിരുന്നു. പെട്ടെന്ന് ജോസും ഹാളിലേക്ക് വന്നു. അമ്മയെ കണ്ടതും ജോസിൻ്റെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കവരെ രണ്ടുപേരെയും കാണാൻ പറ്റും, പക്ഷേ അവർക്കെന്നെ കാണാൻ കഴിയില്ല. ഞാൻ സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പെട്ടെന്ന് ജോസ് അമ്മയെ റൂമിലേക്ക് വരാൻ വിളിച്ചു. അമ്മ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് കയറി. അമ്മയുടെ പുറകെ ജോസും കയറി വാതിൽ കുറ്റിയിട്ടു. ഞാൻ നേരെ പുറത്തു പോയി. അമ്മയുടെ മുറിയിൽ ഒരു ഹെയർ ഹോളുണ്ട്. അതിലൂടെ നോക്കിയാൽ എല്ലാം നന്നായി കാണാം. ഞാൻ പതിയെ ടെറസിൽ പോയി നൈസായി സൺഷെഡിൽ ഇറങ്ങി. എയർ ഹോളിലൂടെ അമ്മയുടെ മുറിയിലേക്ക് നോക്കി. അടിപൊളിയായി അകത്ത് നടക്കുന്നതെല്ലാം കാണാം. അത് മാത്രമല്ല, അവർ സംസാരിക്കുന്നത് കേൾക്കാനും പറ്റും. ജോസ് കട്ടിലിരിക്കുന്നു. അമ്മ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നു. ജോസ് അമ്മയെ നന്നായി ഒന്ന് നോക്കി. വാ, ഇവിടെ ഇരിക്ക്, ജോസ് അമ്മയോട് പറഞ്ഞു. വേണ്ട, അമ്മ പറഞ്ഞു. എന്താടി, നിനക്കെന്നോട് ദേഷ്യമാണോ? ജോസ് അമ്മയോട് ചോദിച്ചു. ജോസിനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അമ്മ അവിടെ നിന്നു. ഡി, ഇതാദ്യം ആയതുകൊണ്ടാണ്. ഇതൊക്കെ ശീലമാവുമ്പോൾ നീ തന്നെ പറയും ഇതൊക്കെ അടിപൊളിയാണെന്ന്. എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമാണ്. നീ കാരണം എനിക്ക് ഇന്ന് വലിയൊരു ലാഭമാണ് കിട്ടിയത്. എന്ത് ലാഭം? അമ്മ ചോദിച്ചു. ഇന്ന് നമ്മൾ പോയില്ലേ, അവൻ്റെ കൂടെ കൂടിയില്ലേ. അവനിന്ന് എൻ്റെ ബിസിനസ് ഡീൽ പറഞ്ഞു. 10 ലക്ഷമാണ് അതിൻ്റെ ലാഭം. ഇത്രയും പറഞ്ഞ് അയാൾ ഒരു ചെറിയ ബോക്സ് തുറന്നു കാണിച്ചു. അത് കണ്ട് അമ്മ ഒന്ന് നെട്ടി. അമ്മ മാത്രമല്ല, ഞാനും. ഒരു ഡയമണ്ട് മാലയായിരുന്നു ആ ബോക്സിൽ. ജോസ് അതെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇപ്പോൾ അമ്മയുടെ മുഖത്ത് ദേഷ്യമല്ല, ജോസിനോടുള്ള സ്നേഹം നിറഞ്ഞ ചിരിയാണ് ഞാൻ കണ്ടത്. പിന്നീട് അവർ സന്തോഷത്തിൽ പരസ്പരം മറക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ പതിയെ അവിടെ നിന്ന് ഹാളിലേക്ക് വന്നു. TV ഓണാക്കി സോഫയിലിരുന്നു. ഇപ്പോഴും അമ്മയുടെ റൂമിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂറിന് ശേഷം ജോസ് മുറി തുറന്ന് പുറത്തേക്ക് വന്നു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മയും പുറത്തേക്ക് വന്നു. അമ്മ ഇറങ്ങി വന്നതും എന്നെ കണ്ടു. എൻ്റെ മുഖത്ത് നോക്കി നാണത്തോടെ അമ്മ അടുക്കളയിലേക്ക് കയറിപ്പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. അമ്മയും ജോസും തമ്മിൽ ഇപ്പോൾ നല്ല ആത്മബന്ധമായി. ബന്ധമെന്ന് പറഞ്ഞാൽ ഒരു കാമുകന്മാരെ പോലെ തന്നെ. വീട്ടിലായാലും അതൊക്കെ തന്നെ. അമ്മ ഒരുപാട് മാറിപ്പോയി. കുറേയൊക്കെ മോഡേണായി. വീട്ടിൽ നിൽക്കുമ്പോഴും മോഡേണായി തന്നെയാണ് അമ്മ നിൽക്കാറ്. ജോസ് അമ്മയെ ഒരുപാട് മാറ്റിയെടുത്തു. മിക്ക ദിവസങ്ങളിലും അമ്മ ജോസിൻ്റെ ഒപ്പം പുറത്തായിരിക്കും. രാത്രിയിൽ തിരിച്ചു വരും. എനിക്കെല്ലാം മനസ്സിലായെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ അമ്മ എൻ്റെ മുന്നിലിപ്പോൾ അഭിനയിക്കാറില്ല. അമ്മയുടെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ക്യാഷുണ്ട്. പിന്നെ അതുമാത്രമല്ല,
അമ്മ എന്താഗ്രഹം പറഞ്ഞാലും ജോസ് ഇത് നടത്തി കൊടുക്കും. ഇടയ്ക്കൊക്കെ വിനോദ് സാറും വീട്ടിൽ വന്ന് പോകാറുണ്ട്. പക്ഷെ വിനോദ് സാർ വരുന്ന കാര്യം ജോസ് അറിയുന്നില്ല എന്നാണ് എൻ്റെ സംശയം. അങ്ങനൊരു ദിവസം ക്രിസ്മസ് അവധി സമയം, ഒരാഴ്ച സ്കൂൾ അവധിയായതുകൊണ്ട് ജോസ് എന്നോടും അമ്മയോടും പറഞ്ഞു, നമുക്ക് 5 ഡേയ്സ് ഒരു ട്രിപ്പ് പോകാമെന്ന്. കൊടൈക്കനാലിൽ പോയി അടിച്ചു പൊളിക്കാമെന്നും ജോസ് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. പക്ഷേ അമ്മയ്ക്കതിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ജോസ് പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് എതിർക്കാനും പറ്റിയില്ല. എന്നാൽ അമ്മ ജോസിനോട് പറഞ്ഞു, കൊടൈക്കനാലിൽ 5 ദിവസം അതൊന്നും പറ്റില്ല. നമുക്ക് ഒരു ദിവസം പോയി വരാൻ പറ്റുന്ന സ്ഥലത്ത് പോയാൽ മതി. അമ്മ പറഞ്ഞു, ഷേടാ, ടൂറെന്നൊക്കെ പറയുമ്പോൾ മിനിമം ഒരു 3 ദിവസം എന്നാലല്ലേ അതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റൂ. ജോസ് പറഞ്ഞു. ഏട്ടൻ വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയുക? അമ്മ ചോദിച്ചു. അതിന് നീ ടൂർ പോകുന്ന കാര്യമൊന്നും നിൻ്റെ കെട്ടിനോട് പറയണ്ട. അമ്മയ്ക്ക് താല്പര്യം ഒട്ടുമില്ലായിരുന്നു. എങ്കിലും അമ്മ ജോസിൻ്റെ നിർബന്ധത്തിന് സമ്മതിച്ചു. അപ്പോൾ നമ്മൾ നാളെ വെളുപ്പിനെ തന്നെ പുറപ്പെടുന്നു. കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഇപ്പോൾ തന്നെ റെഡിയാക്കിക്കോ. ഇത്രയും പറഞ്ഞ് ജോസ് റൂമിലേക്ക് പോയി, കൂടെ അമ്മയും. ഞാനാണെങ്കിലോ നാളെ ട്രിപ്പ് പോകുന്ന സന്തോഷത്തിൽ നേരെ റൂമിലേക്ക് ഓടി. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാം സെറ്റാക്കി കുറച്ചു നേരം TV കാണാൻ വേണ്ടി ഹാളിലേക്ക് പോയി. അപ്പോൾ അവിടെ സോഫയിൽ ജോസ് ഇരിക്കുന്നുണ്ട്. ജോസ് ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. ഞാൻ കതകിൻ്റെ സൈഡിലേക്ക് മാറി നിന്ന് ജോസിൻ്റെ സംസാരം കേൾക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ എല്ലാം റെഡിയാകുമെന്ന്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 4 ദിവസം അവളെ ഞാൻ തരുകയാണ്, ജോസ് പറഞ്ഞു. ആ, പേടിക്കണ്ടെന്നേ. പിന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ ചെക്കനും കൂടെ ഉണ്ടാവും. അവനെ ഒതുക്കാൻ എന്തെങ്കിലും വഴി നോക്കണം. ഇത്രയും പറഞ്ഞ് ജോസ് ഫോൺ കട്ടാക്കി. ഞാൻ ഓർത്തു, ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ജോസിന് അവൻ്റെ ആവശ്യം നടക്കണം. അതിന് അമ്മയെ വേണം. അതിനു വേണ്ടിയാണ് ഞങ്ങളെ അവൻ കൊടൈക്കനാലിലേക്ക് കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് ഞാൻ ജോസിൻ്റെ അടുത്തേക്ക് ചെന്നു. ജോസ് ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡാ, നീ നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ? ജോസ് ചോദിച്ചു. ആ, എല്ലാം റെഡിയാണെങ്കിൽ, ഞാൻ പറഞ്ഞു. പിന്നെ നിനക്ക് സന്തോഷമായില്ലേ? നിനക്ക് വേണ്ടിയാണ് ഞാനിത് പ്ലാൻ ചെയ്തത്. എനിക്ക് വേണ്ടിയോ? ഞാൻ ചോദിച്ചു. ആ, ഞാൻ നിന്നോട് ഒരു സത്യം പറയാം. ഞാൻ കാണാറുണ്ട് നീ ടെറസിൻ്റെ മുകളിൽ നിന്നും ആ ഹെയർ ഹോളിലൂടെയൊക്കെ നോക്കുന്നത്. എന്തിനാണെന്നും എനിക്ക് നന്നായി അറിയാം. ഞാനൊന്ന് നെട്ടിക്കൊണ്ട്. ഞാനോ? ആ, നീ എന്തിനാണിങ്ങനെ പേടിക്കുന്നേ? ഞാനിതൊന്നും ആരോടും പറയുന്നില്ല. നിനക്ക് ഇതുപോലൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? ജോസ് ചോദിച്ചു. അങ്കിൾ, പ്ലീസ് ചതിക്കരുത്. ഇതൊന്നും ആരും അറിയരുത്, പ്രത്യേകിച്ച് അമ്മ, ഞാൻ അയാളോട് പറഞ്ഞു. ഏയ്, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. നിനക്ക് ഇങ്ങനെയൊക്കെ കാണുന്നതിൽ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലേ? അത് അങ്കിൾ, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ? അതാ. ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആരും അറിയില്ല, പോരെ? പിന്നെ ഇനിയുള്ള എല്ലാം നിനക്ക് നേരിട്ട് നിന്ന് കാണാം, പോരെ? ജോസ് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് എനിക്കപ്പോൾ തോന്നിയത്. ആ, മതി അങ്കിൾ. പക്ഷേ ഈ ഒരു കാര്യം ഒരിക്കലും അമ്മ അറിയാൻ പാടില്ല. അങ്കിൾ അതെനിക്ക് ഉറപ്പ് തരണം, ഞാൻ പറഞ്ഞു. ആ, ഉറപ്പ്. എങ്കിൽ നീ പോയി കിടന്നുറങ്ങിക്കോ. നാളെ മുതൽ ഉറങ്ങാൻ സമയം കിട്ടില്ല, ജോസ് പറഞ്ഞു. അതെന്താ അങ്കിൾ? ഞാൻ ചോദിച്ചു. ജോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാളെ മുതൽ നിൻ്റെ അമ്മയ്ക്ക് റെസ്റ്റ് ഉണ്ടായില്ല. അതൊക്കെ നിനക്ക് കാണണ്ടേ, അതാ പറഞ്ഞത്. അയാളത് പറഞ്ഞതും എൻ്റെ ആൾ തല പൊക്കി. ഞാൻ ജോസിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാൻ പോയി. ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സ് മൊത്തം ഇനിയുള്ള 5 ദിവസം ഓർത്തിട്ടായിരുന്നു. അതൊക്കെ ഓർത്ത് എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. ആരോ ദേഹത്ത് തട്ടും പോലെ തോന്നി. കണ്ണു തുറന്ന് നോക്കുമ്പോൾ അത് അമ്മയായിരുന്നു. ഡാ ചെക്ക, എഴുന്നേറ്റ് കുളിക്കാൻ നോക്ക്, പോകാൻ സമയമായി എന്നും പറഞ്ഞ് അമ്മ എന്നെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു.
ഞാൻ നോക്കുമ്പോൾ അമ്മ കുളിച്ച് റെഡിയായി നിൽക്കുന്നു. അമ്മ എന്നോട് പെട്ടെന്ന് റെഡിയായി വരാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ബാഗുമെടുത്ത് പുറത്തേക്ക് ചെന്നു. അങ്കിളും അമ്മയും റെഡിയായി എന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഇന്നോവ കാറ് പുറത്ത് കിടക്കുന്നു. അങ്കിൾ പറഞ്ഞു, ബാഗെല്ലാം ആ വണ്ടിയിൽ വെച്ചോ എന്ന്, നമുക്ക് ഇറങ്ങാം എന്നും പറഞ്ഞു. അമ്മ ഉടൻ തന്നെ വീടെല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഡോറ് ലോക്കാക്കി പുറത്തേക്ക് വന്നു. വണ്ടിയിൽ കയറാൻ തുടങ്ങിയ എന്നോട് അങ്കിൾ വന്ന് പറഞ്ഞു, ഡാ നീ മുമ്പിലിരുന്നോ, ഞാനും രേണുകയും പുറകിലിരുന്നോളാമെന്ന്. അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ചിരിച്ചുകൊണ്ട് നേരെ പോയി വണ്ടിയുടെ മുൻസീറ്റിൽ കയറിയിരുന്നു. അവിടെയും എന്നെയും അമ്മയും കാത്ത് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. വണ്ടിയുടെ ഡ്രൈവറെ കണ്ട് സത്യത്തിൽ ഞാനും അമ്മയും ഒന്ന് നെട്ടി. അത് വേറെ ആരും ആയിരുന്നില്ല, വിനോദ് സാറായിരുന്നു. ഞങ്ങളെ കണ്ടതും വിനോദ് സാർ ഒരു കള്ളച്ചിരി ചിരിച്ചു. വിനോദ് അമ്മയോട്, എന്താ രേണുകെ, നമ്മളെയൊന്നും വിളിക്കാതെ ടൂറൊക്കെ പോകാൻ തുടങ്ങിയല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല സാറേ, ഈ അച്ചായൻ പറഞ്ഞപ്പോൾ പിന്നെ ഇവനൊരാഴ്ച സ്കൂളില്ലല്ലോ, അതാ പിന്നെ പോകാമെന്ന് കരുതിയത്, അമ്മ പറഞ്ഞു. വിനോദ് ചിരിച്ചുകൊണ്ട് ഒന്ന് തലയാട്ടി. ഡാ വിനോദേ, കിന്നാരമൊക്കെ പിന്നെ പറയാം, ഇപ്പോൾ നമ്മൾ ലേറ്റാണ്, നീ വണ്ടി എടുക്കാൻ നോക്ക്. നിനക്കറിയാലോ ആ സേട്ടുൻ്റെ സ്വഭാവം. അയാൾ അവിടെ വന്ന് പോസ്റ്റ് ആയാൽ പിന്നെ അയാളുടെ വാലിരിക്കുന്ന മൊത്തം നമ്മൾ കേൾക്കേണ്ടി വരും, ജോസ് പറഞ്ഞു. സേട്ടുവോ, അതാരാ? അമ്മ ചോദിച്ചു. ഏയ് അതൊന്നുമില്ലടി, അതെൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണറാണ്, ജോസ് പറഞ്ഞു. ഞാൻ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ അമ്മ ജോസിനെ തുറപ്പിച്ച് നോക്കി നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റി. അമ്മയ്ക്കിപ്പോൾ കാര്യം ഏകദേശമൊക്കെ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ ഇതൊരു ടൂറല്ലെന്നും ജോസ് തൻ്റെ ഏതോ പുതിയ ബിസിനസ് ഡീൽ റെഡിയാക്കാൻ വേണ്ടി പോവുകയാണെന്നും എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായതായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ജോസും വിനോദും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ജോസിനോടുള്ള ദേഷ്യത്തിൽ ആരോടും മിണ്ടാതെ എന്തൊക്കെയോ ആലോചിച്ച് ഒരു സൈഡിലിരിക്കുകയാണ്. യാത്രയുടെ ഇടക്ക് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. വണ്ടി എവിടെയോ സ്റ്റോപ്പായപ്പോഴാണ് ഞാൻ കണ്ണു തുറന്ന് നോക്കുന്നത്. വിനോദ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയി. ഫുഡ് കഴിക്കുമ്പോഴും ഞാൻ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്തൊക്കെയോ ടെൻഷനുണ്ട്. ചിലപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കായിരിക്കുമെന്ന് ഞാൻ മനസ്സിലോർത്തു. പെട്ടെന്ന് ജോസ് അമ്മയോട്, എന്താ രേണുക ഇത്, നീ എന്താ ആഹാരമൊന്നും കഴിക്കാത്തേ? ഏയ് എനിക്ക് നല്ല വിശപ്പില്ല, അതാ, അമ്മ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മര്യാദക്ക് കഴിച്ചോ, ജോസ് പറഞ്ഞു. കഴിച്ചോ രേണുകെ, ചിലപ്പോൾ കൊടൈക്കനാലിൽ ചെന്നാൽ കഴിക്കാനൊന്നും ടൈം കിട്ടിയെന്ന് വരില്ല, വിനോദാണ് അത് പറഞ്ഞത്. ഇതും പറഞ്ഞ് വിനോദും ജോസും കൂടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. വിനോദേ, നീ ഒന്നും മിണ്ടാതിരിക്ക്, രേണുകെ അവനങ്ങനെ പലതും പറയും, നീ പേടിക്കണ്ടട്ടോ, ജോസ് പറഞ്ഞു. സത്യത്തിൽ അവരെൻ്റെ മുന്നിലിരുന്ന് അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു സന്തോഷം അനുഭവപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. ഏകദേശം രാത്രിയോടെ ഞങ്ങൾ കൊടൈക്കനാലിലെത്തി. അങ്കിൾ അവിടെ റൂമെല്ലാം നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് നേരെ റിസപ്ഷനിൽ പോയി. അവിടെ ചെന്നപ്പോൾ റിസപ്ഷനിൽ ഒരു പയ്യനായിരുന്നു. അവൻ 2 താക്കോൽ അങ്കിളിന് കൊടുത്തു. എന്നിട്ട് 3-ാമത്തെ ഫ്ലോറിലാണ് റൂമെന്നും പറഞ്ഞു. റൂം കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒപ്പം വന്നു. ആദ്യത്തെ റൂം തുറന്ന് കാണിച്ചു. അടിപൊളി റൂം, കണ്ടാൽ തന്നെ അതിമനോഹരമാണ്. ആ റൂം തുറന്ന് കാട്ടിയപ്പോൾ റിസപ്ഷനിലെ പയ്യൻ അങ്കിളോട് പറഞ്ഞു, സാർ, ഇതാണ് നിങ്ങൾ ബുക്ക് ചെയ്ത VIP റൂം. അത് കേട്ടതും ഞാനൊന്ന് നെട്ടി. എന്തിനായിരിക്കും അങ്കിൾ ഈ VIP റൂം ബുക്ക് ചെയ്തതെന്ന് ജോസ് വിനോദിനോട് പറഞ്ഞു. വിനോദേ, ഇവർ ഈ റൂമിൽ നിൽക്കട്ടെ, നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോവാം. വിനോദ് ചിരിച്ചുകൊണ്ട് ജോസിനെ നോക്കി തലയാട്ടി. ജോസ് അമ്മയോട് പറഞ്ഞു, രേണുകെ, നീ ഒന്ന് കുളിച്ച് ഫ്രഷായി റെസ്റ്റ് എടുക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. അമ്മ തലയാട്ടി. ഞാനും അമ്മയും റൂമിൽ കയറി വാതിലടച്ചു. റൂമാണെങ്കിൽ അടിപൊളി. ഒരു റൂം, ഒരു ചെറിയ ഹാള്, ഒരു ബെഡ്റൂമും ഒരു വാഷ്റൂമും. ഞാൻ ബെഡ്റൂമിലേക്ക് കയറി നോക്കി. ഒരു ഡബിൾ ബെഡാണ്.
അതിൽ കയറി ഞാൻ ഇരുന്നു. നല്ല പഞ്ഞു പോലെയുണ്ട്. ഡാ പോയിന്ന് ഫ്രഷ് ആക്, അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു. ആ പോകുക, ഞാൻ മറുപടി കൊടുത്തു. അങ്ങനെ ഒന്ന് ഫ്രഷായി ഞാൻ ഫോണും നോക്കി ഹോളിലെ സോഫയിലിരിക്കുന്ന സമയം അമ്മയും കുളി കഴിഞ്ഞ് ഹോളിലേക്ക് വന്നു. ആ സമയം ഞാൻ അമ്മയെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. അത് കണ്ട അമ്മ എന്നോട്, എന്താടാ നീ എന്നെ ആദ്യമായി കാണുകയാണോ ഇങ്ങനെ നോക്കി നിൽക്കാൻ? ഏയ് ഞാൻ വെറുതെ നോക്കിയതാ, ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ആരോ കോളിംഗ് ബെല്ലടിച്ചു. ഡാ നീ പോയി തുറന്നു നോക്ക് ആരാണെന്ന്, ഞാൻ റൂമിലുണ്ടാകും എന്നും പറഞ്ഞ് അമ്മ റൂമിലേക്ക് പോയി. ഞാൻ പോയി വാതിൽ തുറന്നു. അത് ജോസായിരുന്നു. ഡാ നിന്റെ കുളിയൊക്കെ കഴിഞ്ഞോ? ജോസ് ചോദിച്ചു. ആ കഴിഞ്ഞു അങ്കിൾ. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ താഴെ റിസപ്ഷനിൽ കോൾ ചെയ്താൽ മതി, അവർ ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരും, അങ്കിൾ പറഞ്ഞു. ഏയ് ഇപ്പോൾ വേണ്ട അങ്കിൾ, കുറച്ച് കഴിഞ്ഞ് മതി. ശരി. അല്ല നിന്റെ അമ്മ എവിടെ? അമ്മ റൂമിലുണ്ട്. ബെല്ലടിച്ചത് ആരാണെന്ന് അറിയില്ലല്ലോ, അതാ ഇങ്ങോട്ടേക്ക് വരാനത്, ഞാൻ പറഞ്ഞു. അതേതായാലും നന്നായി. നീ ഇവിടെ ഇരിക്ക്, എനിക്ക് നിൻ്റെ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതും പറഞ്ഞ് ജോസ് റൂമിലേക്ക് കയറിപ്പോയി. ഞാൻ ഹാളിൽ തന്നെ ഇരുന്നു. അകത്തുനിന്ന് എന്തൊക്കെയോ സംസാരം കേൾക്കുന്നു. ഞാൻ പതിയെ വാതിലിൻ്റെ അവിടെ പോയി നിന്ന് അവർ തമ്മിലുള്ള സംസാരം കേൾക്കാൻ ശ്രമിച്ചു. ഇല്ല അച്ചായ, പറ്റില്ല. അച്ചായൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കില്ല, അമ്മ ജോസിനോട് പറഞ്ഞു. എടി നീ ഞാൻ പറയുന്നെന്ന് കേൾക്ക്, പേടിക്കണ്ട, ഞാനില്ല ഇവിടെ. ഇത് ആദ്യമായൊന്നും അല്ലല്ലോ ഇങ്ങനെ, ജോസ് പറഞ്ഞു. ഇല്ല ആദ്യമായൊന്നും അല്ല, പക്ഷേ അച്ചായൻ സന്ദർഭം നോക്കണം. ഇവിടെ മോനുണ്ട്, പിന്നെ ഇതൊരു ഹോട്ടലാണ്, എനിക്ക് പേടിയുണ്ട്, അമ്മ പറഞ്ഞു. ഡി സേട്ടു നീ വിചാരിക്കുന്ന പോലുള്ള ആളല്ല, നല്ല കോടീശ്വരനാണ്. പിന്നെ നിൻ്റെ മോൻ, അവൻ്റെ കാര്യം നീ എനിക്ക് വിട്ടേക്ക്, അവനൊന്നും അറിയാതെ ഞാൻ നോക്കിക്കോളാം. എന്നാലും അച്ചായ അത് ഒരെന്നാലും ഇല്ല, പുള്ളി ഇപ്പോൾ ഇങ്ങനെ വരും. പുള്ളിയെ മാക്സിമം നീ ഹാപ്പി ആക്കണം, അതിൻ്റെ ഗുണം നിനക്കും കൂടിയാണ്, അറിയാലോ. പിന്നെ ഈ ഹോട്ടൽ ആ സേട്ടുവിൻ്റെയാണ്, അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ജോസ് പറഞ്ഞു. അപ്പോൾ ജിത്തു അവനെ എന്താ ചെയ്യുക? അമ്മ ചോദിച്ചു. അവനെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിക്കോളാം, നീ അതോർത്ത് പേടിക്കണ്ട, ജോസ് പറഞ്ഞു. ഇന്ന് ഒറ്റ ദിവസത്തെ കാര്യമല്ലേ, ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വേണ്ടട്ടോ, അമ്മ അയാളോട് പറഞ്ഞു. അമ്മ പറഞ്ഞത് കേട്ടതും ജോസ് ചിരിച്ചുകൊണ്ട്, ഒരു ദിവസമോ? സേട്ടു ഒരു ദിവസമേ ഉണ്ടാകൂ. നാളെ എൻ്റെ ഒരു ഫ്രണ്ട് വരും, അമേരിക്കക്കാരനാണ്, അവനും കൂടി നാളൊരു ദിവസം ഉണ്ടാവും. രേണുകെ പ്ലീസ്, നീ പറ്റില്ലെന്ന് പറയരുത്, അവർക്കെല്ലാം ഞാൻ വാക്കു കൊടുത്തുപോയി, ജോസ് പറഞ്ഞു. ആരോട് ചോദിച്ചിട്ടാ വാക്ക് കൊടുത്തത്? എന്നോടോ? എന്നോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു ഇതിനെപ്പറ്റി, അമ്മ ദേഷ്യത്തിൽ ജോസിനോട് ചോദിച്ചു. എടി പ്ലീസ്, നീ എന്നെ നാണം കെടുത്തരുത്. ജോസ് പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പൊതി അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ അത് വാങ്ങി തുറന്നു നോക്കി. ആ പൊതിയിൽ ഒരു നോട്ടുകെട്ടായിരുന്നു. ഒരു നല്ല തുക വരുമെന്ന് അത് കണ്ടാൽ തന്നെ മനസ്സിലാകും. അമ്മ അത് വാങ്ങി ഒരു നാണം നിറഞ്ഞ ചിരിയോടെ ജോസിനെ നോക്കി. അതിൻ്റെ അർത്ഥം അമ്മ സമ്മതിച്ചു എന്നാണ്. ഒരു കാര്യം ഇപ്പോഴെനിക്ക് ഉറപ്പാണ്, അമ്മയ്ക്ക് പണത്തിൻ്റെ വില നല്ലതുപോലെ അറിയാം. ജോസിനോടൊപ്പം ചേർന്ന് അമ്മ മൊത്തത്തിൽ ആളാകെ മാറിപ്പോയി. ആ സമയം ജോസ് അമ്മയോട് പറഞ്ഞു, രേണുകെ ഞാനിതെല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്കും കൂടി വേണ്ടിയാണ്, അത് നിനക്ക് മനസ്സിലാകും. അമ്മ അത് കേട്ടതും ജോസിനൊരു പുഞ്ചിരി സമ്മാനിച്ചു. എന്നാൽ രേണുകെ ഞാൻ പോയി കുറച്ച് കഴിയുമ്പോൾ സേട്ടുവുമായി വരാം. അയ്യോ അപ്പോൾ ചെക്കൻ ഇവിടെ ഉണ്ടാകില്ലേ? അമ്മ ചോദിച്ചു. നീ പേടിക്കണ്ട, പരിപാടി തുടങ്ങുമ്പോഴേക്കും അവനെ ഞാൻ ഉടനെ മാറ്റിക്കോളാം. 3 ദിവസം അവനിവിടെ ഉണ്ടാകില്ല, അത് പോരെ നിനക്ക്? ജോസ് ചോദിച്ചു. അവനെ എവിടെ കൊണ്ടുപോകുന്നു? അമ്മ ജോസിനോട് ചോദിച്ചു. അത് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടല്ലോ, അവനെ അങ്ങോട്ടേക്ക് മാറ്റിക്കോളാം, ജോസ് പറഞ്ഞു. ആ ഒന്ന് പതുക്കെ പറ, അവൻ കേൾക്കും, അമ്മ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അവിടെ നിന്നും സോഫയിലേക്ക് വന്നിരുന്നു. ജോസ് പുറത്തേക്ക് വന്നു. ഡാ
കുറച്ച് കഴിയുമ്പോൾ നീ ഇവിടെ നിന്ന് മാറണം, ജോസ് എന്നോട് പറഞ്ഞു. ആ, എനിക്ക് മനസ്സിലായി. ഞാൻ അയാളോട് പറഞ്ഞു. ആ, ഇനിയിപ്പോൾ നിന്നോടൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നിങ്ങൾ പറഞ്ഞത് എല്ലാം കേട്ടു. ഇന്നലെ ഇതൊന്നുമല്ലല്ലോ പറഞ്ഞേ. ഞാൻ കുറച്ച് ദേഷ്യത്തോടെ ജോസിനോട് ചോദിച്ചു. ഡാ, നീ ഒന്ന് അടങ്ങ് എന്നും പറഞ്ഞ് ജോസ് അയാളുടെ മൊബൈൽ എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് അതിലൊരു ആപ്ലിക്കേഷൻ ഓണാക്കി. അതൊരു CCTV ആപ്ലിക്കേഷനായിരുന്നു. ആപ്പ് ഓപ്പൺ ചെയ്തതും അതിൽ ഞാനും ജോസും റൂമിൽ നിൽക്കുന്നത് കാണായിരുന്നു. അയാൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട്, എങ്ങനെയുണ്ടടാ, ഈ ഫോണിൽ ഇതിനുള്ളിൽ നടക്കുന്നതെല്ലാം നിനക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കുറേ ക്യാമറകളുണ്ട്. നീ അപ്പുറത്തെ റൂമിൽ പോയിരുന്ന് വിശദമായി കണ്ടോ? ഇപ്പോൾ പ്രശ്നം കഴിഞ്ഞില്ലേ നിൻ്റെ? ജോസ് ചോദിച്ചു. എല്ലായിടത്തും ക്യാമറയുണ്ടോ? ഞാൻ ചോദിച്ചു. ഉണ്ട്, വെറും ക്യാമറയല്ല, എല്ലാം ഹൈ ക്വാളിറ്റിയാണ്. പിന്നെ 3 ദിവസം നീ ആ റൂമിലിരുന്നോളാം, ഓക്കെ? ആ, അതൊക്കെ ഞാൻ ഏറ്റു അങ്കിൾ. പിന്നെ നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ നിൻ്റെ അമ്മ ഒന്നിനും സമ്മതിക്കില്ല. അതാ ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞത്. ആ, എങ്കിൽ ശരി, നീ ഇവിടെ ഇരി. അയാൾ വന്നാൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ നിന്നെയും കൂട്ടി പോകും, ഓക്കെ? ആ, ഓക്കെ അങ്കിൾ. ഇത്രയും പറഞ്ഞ് ജോസ് അയാളുടെ റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ വീണ്ടും ബെല്ലടിച്ചു. ഞാൻ പോയി തുറന്നു നോക്കി. ഒരു റൂം ബോയ് ആയിരുന്നു. അവൻ എൻ്റെ കയ്യിൽ ഒരു കവർ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇതിവിടെ തരാൻ പറഞ്ഞുവെന്ന്. ഞാനത് വാങ്ങി ഡോറടച്ച് അത് തുറന്നു നോക്കി. അതിൽ മുല്ലപ്പൂ കൊണ്ടുണ്ടാക്കിയ മാലയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അമ്മ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു എൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി. ഡാ, അതിങ്ങ് താ, അമ്മ പറഞ്ഞു. എന്താ അമ്മേ അത്? ഞാൻ അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. നീ അതൊന്നും അറിയണ്ട, അതിങ്ങ് തന്നാ മതി. അത് വാങ്ങിക്കൊണ്ട് അമ്മ ബെഡ്റൂമിലേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ വന്ന് ബെല്ലടിച്ചു. ഞാൻ പോയി തുറന്നു. അത് ജോസാണ്. ജോസിൻ്റെ ഒപ്പം ഒരു വയസ്സനുമുണ്ട്. സേട്ടു, അകത്തേക്ക് വാ, ജോസ് പറഞ്ഞു. ഇതാരാ? സേട്ടു ജോസിനോട് ചോദിച്ചു. ഓ, ഇത് രേണുകയുടെ മകനാണ്. ഇവൻ ഇപ്പോൾ പോകും. ഇവന് കൊടൈക്കനാൽ മൊത്തം ഒന്ന് ചുറ്റിക്കാണണമെന്ന് പറഞ്ഞു വന്നതാ, ജോസ് സേട്ടുവിനോട് പറഞ്ഞു. ആണോ? നല്ലതാ അത്. എന്താ മോൻ്റെ പേര്? സേട്ടു എന്നോട് ചോദിച്ചു. ജിത്തു, ഞാൻ പറഞ്ഞു. ഞാൻ ആരാണെന്ന് അറിയോ മോന്? ഇല്ല, ഞാൻ ഈ ജോസിൻ്റെ ഒരു ഫ്രണ്ടാണ്, സേട്ടു പറഞ്ഞു. അത് കേട്ട് ഞാൻ തലയാട്ടി. ഡാ, നിൻ്റെ അമ്മ എവിടെ? ജോസ് എന്നോട് ചോദിച്ചു. അമ്മ അകത്തുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു. രേണുകേ, നീ ഒന്നിങ്ങോട്ട് വന്നേ. ജോസിൻ്റെ വിളി കേട്ടതും അമ്മ പുറത്തേക്ക് വന്നു. എല്ലാവരും അമ്മയെ നോക്കി അന്തം വിട്ട് നിൽക്കാണ്. കാരണം തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരിയായിട്ടാണ് അമ്മ വന്ന് നിൽക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ജോസും കണ്ണു തള്ളി നോക്കുന്നുണ്ട്. പെട്ടെന്ന് ജോസ് ഇടറിയ ശബ്ദത്തോടെ, രേണുകെ, ഇതാ ഞാൻ പറഞ്ഞ സുഹൃത്ത് സേട്ടു. അമ്മ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. തിരിച്ച് അയാളും അമ്മയെ ചിരിച്ചു കാണിച്ചു. ജ്യൂസ് അപ്പോഴേക്കും റിസപ്ഷനിൽ വിളിച്ച് കുടിക്കാനുള്ള ജ്യൂസ് ഓർഡർ ചെയ്തു. ഈ സമയം സേട്ടു അമ്മയോട് അച്ഛനെ പറ്റിയും നാട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് കുടിക്കാനുള്ള ജ്യൂസ് വന്നു. ഞങ്ങൾ അതൊക്കെ കുടിച്ചു. അപ്പോഴേക്കും ജ്യൂസ് പറഞ്ഞു, രേണുകെ, ഞാൻ ഇവിടെ കൊണ്ട് പോവുക. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനിപ്പോൾ വരും. അവൻ ജിത്തുവിനെയും കൂട്ടി കൊടൈക്കനാൽ മൊത്തം കാട്ടിക്കൊടുക്കും. സ്ഥലമൊക്കെ കാണാൻ പറ്റും. അവൻ മറ്റന്നാളെ ഇവിടെ കൊണ്ടുവന്ന് വിടും, ജോസ് പറഞ്ഞു. മറ്റന്നാളോ? അതൊന്നും വേണ്ട, അമ്മ പറഞ്ഞു. ഹോ, എന്തൊരു അഭിനയ അമ്മേൻ്റെ മുന്നിൽ അഭിനയിക്കുന്നേ, ഞാൻ മനസ്സിൽ ചിന്തിച്ചു. അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഡാ, നീ വാടാ, അവനിപ്പോൾ താഴെ വരും, ജോസ് അതും പറഞ്ഞ് എന്നെ വിളിച്ചു. അമ്മേ, കുഴപ്പമില്ല, ഞാൻ പോയി കൊടൈക്കനാൽ മൊത്തം ഒന്ന് കണ്ടിട്ട് മറ്റന്നാളിങ്ങ് വരാം, ഞാൻ പറഞ്ഞു. എന്തെങ്കിലും കാണിക്ക്, അമ്മ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങളുടെ കൂടെ യാത്രയും പറഞ്ഞ് നേരെ അങ്ങളുടെ റൂമിലേക്ക് പോയി. ഡാ, നീ ഈ റൂം ഉപയോഗിച്ചോ? ജോസ് പറഞ്ഞു. ഓക്കെ അങ്കിൾ.
ഓക്കെയും പറഞ്ഞ് നേരെ റൂമിലേക്ക് കയറി. ഞാൻ നോക്കുമ്പോൾ അവിടെ മേശപ്പുറത്ത് ഒരു ലാപ്ടോപ്പ്, അതിലെന്തോ വീഡിയോ ഓണാണ്. ഞാനതെടുത്ത് ചെക്ക് ചെയ്തു. അത് ആ റൂമിലെ ലൈവ് വീഡിയോ ആണ്, അതും ഹൈ ക്വാളിറ്റി. ഞാൻ അങ്കിളെ ഒന്ന് നോക്കി. എന്താടാ, നീ ഹാപ്പി അല്ലേ? ജോസ് ചോദിച്ചു. അതെ അങ്കിൾ, താങ്ക്സ്. അതും പറഞ്ഞ് ജോസ് പുറത്തേക്ക് പോയി. ഞാൻ ഡോറ് ലോക്കാക്കി ക്യാമറ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി എവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതിലൊരു ലിങ്ക് ഉണ്ട്, അതിൽ കയറിയാൽ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.